പൊന്മുടി മരം മുറിക്കലിൽ കൃത്യമായ കണക്കില്ലാതെ വനംവകുപ്പ് വനത്തിനുള്ളിൽ നിന്ന് കൂടുതൽ മരങ്ങൾ മുറിച്ചു മാറ്റിയത് പോലും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വനംവകുപ്പിന്റെ മൂക്കിന് കീഴിൽ നടന്ന നിയമലംഘനങ്ങളിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ വലിയ സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു. 24 എക്സ്ക്ലൂസീവ്. പൊന്മുടിയിലാണ്. പൊന്മുടി മരമുറിയുടെ കഥകൾ അവസാനിക്കുന്നില്ല. അതിൻ്റെ ചുരുളഴിയണമെങ്കിൽ കാട് കയറണം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഹിൽ സ്റ്റേഷന് മുൻപിൽ പോലും വനനിയമങ്ങളുടെ ലംഘനങ്ങൾ കാണാം. പൊന്മുടി ഹിൽ സ്റ്റേഷനിൽ നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്റർ വനത്തിലൂടെ നടക്കണം. ട്രക്കിംഗ് പാതയാണ്. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ മുറിച്ചുമാറ്റിയ മരങ്ങൾ അവിടെയും കാണാം. രാത്രി 7 മണി മുതൽ രാവിലെ 8 മണി വരെ പൊന്മുടി ഹിൽ സ്റ്റേഷനിലേക്ക് പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശനമില്ല. ഇതുൾപ്പെടെയുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടായിരുന്നു മരം മുറിച്ചത്. ഇതാണ് അശോക മരം കേട്ടോ. ഇത് അപ്പുറത്ത് മുറിച്ചിട്ടുണ്ട്. ഇതേപോലെ അപ്പുറത്ത് മുറിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പൊന്മുടിയിലെ മരമുറി എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഇത് കാടിനകത്താണ്, വനത്തിനകത്താണ്. റോഡരികിലുള്ള ചെറുമരങ്ങൾ മാത്രമല്ല, കാടിനകത്തേക്ക് കയറി ഇതുപോലെയുള്ള സംരക്ഷിക്കപ്പെടേണ്ട മരങ്ങൾക്ക് കോടാലി വയ്ക്കുന്ന സാഹചര്യം പൊന്മുടിയിലുണ്ടായി. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട് മരമുറി കഥകൾ. തിരഞ്ഞെടുപ്പ് മറയാക്കി നടന്ന മരമുറിയിൽ 260 മരങ്ങൾ മാത്രമാണോ? അല്ല എന്നുറപ്പ്. പിന്നെയും മരങ്ങൾ മുറിച്ചു. എന്നാൽ ഇതൊന്നും വനം വകുപ്പിന്റെ കണക്കുകളിൽ ഇല്ല. വനാതിർത്തി ലംഘിച്ചതോ വനത്തിൽ അതിക്രമിച്ച് കയറിയതോ അല്ല. പക്ഷേ നമ്മുടെ കാട്, നമ്മുടെ കാടിനുള്ളിലെ സമ്പത്ത്, അത് ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പുറത്തു കൊണ്ടുവരണം. മനഃപൂർവ്വമല്ലെങ്കിലും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് പലപ്പോഴും വസ്തുതയാണ്. 22 ഹെയർ പിന്നുകളും താണ്ടി മരങ്ങൾ പൊന്മുടി താഴ്വര കടന്നിട്ടുണ്ടെങ്കിൽ സംശയിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഇത് മാത്രമല്ല, മറ്റു ചില സംശയങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെയുണ്ട്. പൊന്മുടി എക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ വനത്തിനുള്ളിൽ നിന്ന് ചെറിയ അളവിൽ മുളയടക്കം മുറിച്ച് ഉപയോഗിക്കാൻ വനംവകുപ്പ് അനുമതി നൽകാറുണ്ട്. അത് സൂക്ഷിക്കാനടക്കം ഒരുക്കിയിരിക്കുന്ന ഒരു താൽക്കാലിക സ്ഥലമാണിത്. ഇവിടെ അല്ലെങ്കിൽ ഇത് മറയാക്കിക്കൊണ്ട് വനംവകുപ്പിലെ ചില ജീവനക്കാരുടെ ഒത്താശയോടുകൂടി അനധികൃതമായി കാട്ടിൽ കയറി മരം മുറിച്ച് ആ മരങ്ങൾ ചെറിയ പീസുകളാക്കി ഇവിടെ നിന്ന് കടത്താനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് വനം വകുപ്പ് ജീവനക്കാർക്കിടയിൽ തന്നെ ആക്ഷേപമുണ്ട്. മുളയും ഈറയും മുറിക്കാം, പക്ഷേ പൊന്മുടി ഇക്കോ ടൂറിസം പദ്ധതിക്ക് വേണ്ടി മരങ്ങൾ മുറിച്ചു, വേലി കെട്ടി, അതിൻ്റെ മറവിലും കടത്ത് നടന്നുവെന്ന് ആക്ഷേപമുണ്ട്. 24 പുറത്തുവിട്ട പൊന്മുടി മരമുറി വിഭാഗത്തിൽ ഇപ്പോൾ പലതരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയാൽ നമുക്ക് വനത്തെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. വനമാര് കൊള്ളയടിക്കുന്നു, എത്ര നാളായി അത് തുടരുന്നു, അത് കണ്ടെത്താൻ സർക്കാർ ഗൗരവമായി ഇടപെടൽ നടത്തണം. ക്യാമറാമാൻ അരുണ സാറിനും സതീഷിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. പവിത്രൻ പാതിരപ്പറ്റ പറയുന്നു, മലയാളം നമ്മുടെ മാതൃഭാഷയാണെങ്കിലും മലയാളത്തിൽ സംസാരിക്കുക എന്നത് ചിലർക്ക് കുറച്ചിലാണ്. അങ്ങനെ കുറയേണ്ട കാര്യമൊന്നുമില്ല പ്രിയപ്പെട്ട പ്രേക്ഷകർ. മലയാളം നല്ല അന്തസ്സുള്ള തറവാടുള്ള ഭാഷയാണ്. മാത്രമല്ല, നമ്മൾ എവിടെ പോയാലും മലയാളികളെ കണ്ടാൽ നമ്മൾ മലയാളം തന്നെ സംസാരിക്കണം. എനിക്ക് ഒരിക്കൽ ഒരു എഴുത്തുകാരി പറഞ്ഞു, സിംഗപ്പൂർ എയർപോർട്ടിൽ വെച്ചിട്ട് 2 തമിഴ്നാട്ടിലെ IAS ഓഫീസേഴ്സ് തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അവർ നല്ല പച്ച വെള്ളം പോലെ തമിഴാണ് പറയുന്നത്. അവർ ഇംഗ്ലീഷ് വിട്ടും പെട്ടെന്ന് തമിഴിലേക്ക് മാറി. നമുക്ക് മാത്രമേ ഉള്ളൂ ഈ നമ്മുടെ ലാംഗ്വേജിനോട് അത്ര ആദരവില്ലാത്തത്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൺമുന്നിലുള്ള കാര്യത്തിൻ്റെ വില നമുക്ക് മനസ്സിലാകത്തില്ല. കുറച്ച് കഴിയുമ്പോൾ വിദേശ നാടുകളിലൊക്കെ പോയി ജീവിച്ചു തുടങ്ങുമ്പോഴാണ് മലയാളം എന്ന കനി നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ, ഒരു മലയാളം പള്ളിക്കൂടത്തിൽ പഠിച്ചു വളർന്ന ഒരാളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. മലയാളത്തെ അന്തസ്സോടെ തന്നെ നമ്മൾ സമീപിക്കും. നമുക്ക് അഭിമാനത്തോടെ ആരുടെ മുന്നിലും പറയാൻ കഴിയുന്ന ഭാഷയാണ്. ഇംഗ്ലീഷ് തീർച്ചയായിട്ടും ഒരു ലിങ്ക് ലാംഗ്വേജ് എന്നുള്ളതിൽ പഠിച്ചാൽ വളരെ നല്ലതാണ്. വിദേശ നാടുകളിലൊക്കെ പോകുന്ന സമയത്ത് വെള്ളം കുടിച്ച് കിടക്കാനൊക്കെ ഈ ഇംഗ്ലീഷ് ഉപകരിച്ചെന്നൊരു മാത്രമല്ല, നമുക്ക് ഈ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ കാലത്ത് ഇംഗ്ലീഷ് കൊണ്ട് പല ഗുണങ്ങളുമുണ്ട്. ഹിന്ദിയും പഠിക്കൂ. ഈ ലാംഗ്വേജ് പഠിക്കുന്നതിൽ ഒരു വിഷമവും നമുക്ക് വേണ്ട. കാരണം ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ഒരു ലോകത്തെക്കുറിച്ച് കൂടി അറിയുകയാണ്. എന്നാൽ മലയാളം നമ്മുടെ അമ്മ മലയാളമാണ്. അതിൻ്റെ പ്രാധാന്യം ആ രീതിയിൽ വേണം കാണാൻ.